വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും തമിഴ്നാട്ടിൽ ടി.വി.കെ എന്ന പാർട്ടി രൂപീകരിച്ച് ഭരണം പിടിച്ചെടുത്തതും ഒരു അത്ഭുതം തന്നെയായിരുന്നു. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ദ്രാവിഡ കക്ഷികളായ DMK-യും ADMK-യും അട്ടിമറിച്ചാണ് രൂപീകരിച്ച് കേവലം 2 വർഷം മാത്രം പിന്നിട്ട ടി.വി.കെ അധികാരത്തിലേറിയത്. DMK-യുടെ 5 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് വലിയ ജനപിന്തുണയോടെയാണ് വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത്. എന്നാൽ ഭരണത്തിലേറെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വിജയ് സർക്കാർ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ വിജയ് തന്റെ വിടവാങ്ങൽ ചിത്രമായ ജനനായകൻ എന്ന സിനിമയുടെ നിർമ്മാതാവിനെ ഒരു പ്രധാന സർക്കാർ തസ്തികയിൽ നിയമിച്ചതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി സിനിമാ നിർമ്മാതാവായ വെങ്കടനാരായണ കെയെ 1 വർഷത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള ചീഫ് സെക്രട്ടറി M. സായ് കുമാറിന്റെ ഔദ്യോഗിക ഉത്തരവ് പുറത്തുവന്നതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംരക്ഷിക്കേണ്ട വളരെ നിർണായകമായ ഒരു തസ്തികയിലേക്കാണ് രാഷ്ട്രീയത്തിലോ ഭരണകാര്യങ്ങളിലോ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു സിനിമാ നിർമ്മാതാവിനെ നിയമിച്ചിരിക്കുന്നത്. ഇത് വിജയ് സർക്കാരിന്റെ സുതാര്യതയും വിശ്വാസ്യതയും പരസ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഭരണമേറ്റ ഉടൻ തന്നെ വിജയ് സർക്കാർ സമാനമായ മറ്റൊരു വിവാദത്തിലും പെട്ടിരുന്നു. തന്റെ സ്വകാര്യ ജ്യോതിഷിയെ ഒരു ഉന്നത സർക്കാർ പദവിയിൽ നിയമിച്ചതിലൂടെ വിജയ് നേരത്തെ തന്നെ കടുത്ത ജനവിമർശനങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും നേരിട്ടിരുന്നതാണ്. അന്ന് പ്രതിപക്ഷത്തു നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്ന കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് സർക്കാരിന് ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നിരുന്നു. ആ സംഭവത്തിന്റെ ചൂടാറും മുൻപാണ് സ്വന്തം സിനിമയുടെ നിർമ്മാതാവിന് ഉന്നത സർക്കാർ പദവി നൽകി വിജയ് വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറുന്നത്. വെങ്കടനാരായണയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിബന്ധനകളോ യോഗ്യതകളോ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നതും ഈ നിയമനത്തിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ADMK ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാടുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കർണാടകയിൽ നിന്നുള്ള ഒരു ചലച്ചിത്രകാരനെ എന്തിനാണ് ഡൽഹിയിലെ തമിഴ്നാടിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിക്കുന്നതെന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. ഇനിയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ലാത്ത ഒരു സിനിമയുടെ നിർമ്മാതാവായി എന്നത് മാത്രമാണോ ഇത്രയും വലിയൊരു തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള യോഗ്യത എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കേവലം ഒരു വ്യക്തിപരമായ താൽപര്യത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. വിജയുടെ സിനിമാ ജീവിതത്തിലെ വിടവാങ്ങൽ ചിത്രമായി പ്രഖ്യാപിക്കപ്പെട്ട ജനനായകൻ ഇതിനകം തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു ചിത്രമാണ്. സെൻസർ ബോർഡുമായുള്ള കടുത്ത തർക്കങ്ങളും തുടർന്നുണ്ടായ കോടതി നടപടികളും മൂലം ഈ സിനിമയുടെ റിലീസ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അതിനു പുറമെ 500 കോടി രൂപയോളം വൻ തുക മുതൽ മുടക്കുള്ള ഈ ചിത്രം റിലീസിന് മുൻപ് തന്നെ ഓൺലൈനിൽ ചോർന്നത് തമിഴ്നാട് പോലീസിനും വലിയ തലവേദനയായി വെല്ലുവിളിയുമായി മാറിയിരുന്നു. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക നിയമപരമായ പ്രതിസന്ധികൾ പെട്ടു നിൽക്കുന്ന ഒരു ചിത്രത്തിന്റെ നിർമ്മാതാവിനെ തന്നെ പെട്ടെന്ന് ഒരു സർക്കാർ തസ്തികയിലേക്ക് കൊണ്ടുവന്നത് സർക്കാരിന്റെ ആത്മാർത്ഥതയും സുതാര്യതയും പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വന്തം സഖ്യകക്ഷികൾ വരെ ഈ നിയമനത്തിനെതിരെ കടുത്ത അതൃപ്തിയും വിയോജിപ്പുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും രണ്ടാണെന്നും വ്യക്തിപരമായ കടപ്പാടുകൾ തീർക്കാനുള്ള വേദിയല്ല ഭരണമെന്നും സഖ്യകക്ഷികളിലെ പ്രമുഖ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് ജ്യോതിഷിയുടെ നിയമന കാര്യത്തിൽ കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് വിജയ്ക്ക് തന്റെ തീരുമാനം തിരുത്തേണ്ടി വന്നിരുന്നു. സമാനമായ രീതിയിൽ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് പോലുമുള്ള കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ വിവാദ നിയമനവും പിൻവലിക്കാൻ മുഖ്യമന്ത്രി വിജയ് നിർബന്ധിതനാകുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ്നാട്ടിലെ പൊതുജനങ്ങളും ഉറ്റുനോക്കുന്നത്. വലിയ പ്രതീക്ഷകളോടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പുതിയ സർക്കാർ തുടക്കത്തിൽ തന്നെ ഇത്തരം സ്വജനപക്ഷപാത ആരോപണങ്ങളിൽ പെടുന്നത് ടി.വി.കെയുടെ രാഷ്ട്രീയ ഭാവിക്കും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.